ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി മണിപ്പാൽ KMC ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. അരുൺ പാറക്കൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അല്പസമയം മുൻപാണ് വിക്രം ഗൌഡയുടെ മൃതദേഹവുമായി ആംബുലൻസ് മണിപ്പാൽ KMC ആശുപത്രിയിലേക്ക് പോയത്. ഇന്നലെ രാത്രി 9:30 കൂടിയാണ് ഈ ആൻറ്റി നക്സൽ സ്ക്വാഡും അതുപോലെ തന്നെ മാവോയിസ്റ്റ് സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായത്. അതിനുശേഷം ഇന്നലെ രാത്രി തന്നെ പോലീസ് ആ പ്രദേശങ്ങളിൽ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ISD ADGP D രൂപ IPS ഉൾപ്പെടെയുള്ള സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. ANF സ്പെഷ്യൽ സ്ക്വാഡ് ജിജേന്ദ്ര, അതുപോലെ തന്നെ ഉടുപ്പി SP അരുൺ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് 4 മണിയോട് കൂടിയാണ് അവർ ഈ ഹെബ്രി ഉൾവനത്തിൽ നിന്ന് ഇപ്പോൾ ഹെബ്രി നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ADGP ഉൾപ്പെടെയുള്ളവർ തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ മറ്റുള്ള മാവോയിസ്റ്റ് സംഘത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും ഹെബ്രി ഉൾവനത്തിൽ നടത്തുകയാണ്. അല്പസമയം മുൻപ് ഈ വിക്രം ഗൌഡയുടെ മൃതദേഹം ഈ മണിപ്പാൽ KMC ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രദേശത്തെ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മാവോയിസ്റ്റ് ഈ പ്രദേശത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കർണാടകയിലെ ഉടുപ്പി ജില്ലയാണ്. ഉടുപ്പി ജില്ലയിലെ ഹെബ്രി താലൂക്കിൽ മുദ്രാടി പഞ്ചായത്ത് കമ്പിനാൽ ഗ്രാമത്തിലാണ് ഇന്നലെ ഇപ്പോൾ ഈ മാവോയിസ്റ്റിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുകയും ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി മണിപ്പാൽ KMC ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.